നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി സീരീസ് ടെസ്റ്റാണ്. പി സീരീസ് ടെസ്റ്റ്, അതായത് പവർ ടെസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഡിസ്കസ് ചെയ്ത് റേഷ്യോ ടെസ്റ്റ് അല്ലേ, കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് അല്ലേ അങ്ങനത്തെ പല സീരീസ്, അതുപോലെ തന്നെ റേഷ്യോ അല്ലേ പി സീരീസ് ടെസ്റ്റ് അല്ലേ, അതിൻ്റെ മുമ്പ് ഒന്നുകൂടി ഉണ്ട്, മറന്നുപോയി. ഓക്കെ, അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഉള്ളത് റേഷ്യോ ടെസ്റ്റും ലിമിറ്റ് അല്ലേ, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ, അങ്ങനെ നമ്മൾ പലതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ, അതിൻ്റെ പവർ വെച്ചിട്ട് എങ്ങനെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ സീരീസിനും പറ്റില്ല. ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അല്ലേ, കോഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സീരീസ്, കോഷ്യൻ്റ് ആയിട്ടുള്ള സീരീസിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫൈൻ ചെയ്തിട്ടുള്ള ഭാഗം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു മോഡൽ സീരീസിനെ പറ്റുള്ളൂ, എല്ലാ സീരീസിനും നമ്മളിത് ഉപയോഗിക്കില്ല. എന്താണ് ഡെഫിനിഷൻ നോക്കാം. അപ്പം എപ്പോഴാണ് ഒരു സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പി സീരീസ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് കണ്ടാൽ അറിയും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്നാമത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഈക്വൽ ടു 1 കേട്ടോ, പി ഒന്നെങ്കിൽ 1 അതിലേക്ക് ചെറുതാണ് എങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1/i⁻p ഡൈവേഴ്സസ്. ഓക്കെ, അതായത് ഇതെല്ലാ മോഡൽ സീരീസിനും പറ്റില്ല. ഇതാ ഈ മോഡൽ സീരീസ്, അതായത് 1/i⁻p എന്ന് പറയുന്ന മോഡലുള്ള സീരീസുകൾക്കാണ്, കാരണം അതിൻ്റെ പവറായിട്ടായിരിക്കും പി വരിക. ഓക്കെ, അതാണ് പവർ സീരീസ് ടെസ്റ്റ് എന്നും കൂടി ഞാൻ ഇതിന് വേറൊരു പേര് പറഞ്ഞാൽ പി സീരീസ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഈ മോഡലാണ് എങ്കിൽ പി ലെസ് ദാൻ 1 ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എങ്കിൽ ഡൈവേർജസും, അതല്ല പി ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ അത് കൺവേർജും ആയിരിക്കും. ഓക്കെ, ആ സീരീസ് കൺവേർജസും ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനാണ്. അതായത് പി 1-നേക്കാട്ടിലും കുറവാണ് എങ്കിൽ, കുറവോ അല്ലെങ്കിൽ ഈ തുല്യോ ആവുകയാണ് എങ്കിൽ, കുറവോ തുല്യോ ആണെങ്കിൽ, 1-നേക്കാട്ടിൽ കുറവോ തുല്യോ ആണെങ്കിൽ അത് ഡൈവേർജസും, 1-നേക്കാട്ടിൽ കൂടുതലാവുകയാണ് എങ്കിൽ 1/i⁻p എന്ന് പറയുന്ന കൺവേർജസും, ആ സീരീസ് കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1 plus i². സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1/1 plus i². ഇവിടെ ഇങ്ങനത്തെ ഈ പി സീരീസ് ടെസ്റ്റിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, എപ്പോഴും അവിടെ ഒരു റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തേണ്ടി വരും. റേഷ്യോ കമ്പാരിസണോ അല്ലെ ലിമിറ്റ് കമ്പാരിസണോ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തേണ്ടി വരും. കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗപ്പെടുത്തേണ്ടി വരും കൂടുതലും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ AI എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, 1/1 plus i² എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നോക്കാം. ഇത് ലെസ് ദാൻ ആണ്, എന്തിനേക്കാട്ടിലും 1/i²-നേക്കാട്ടിലും ചെറുതാണ്. കാരണം 1 plus i² എന്ന് പറയുന്നത് വലുതാണ് i-നേക്കാട്ടിൽ. അപ്പോൾ 1/ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയി കിട്ടിയ 1/1 plus i² is less than 1/i². ഓക്കെ, അങ്ങനെയാണെങ്കിൽ BI എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തെടുക്കാം, 1/i² എന്നെടുക്കാം. ഇനി കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ BI കൺവേർജസ് ആണെങ്കിൽ AI കൺവേർജ് ആയിരിക്കും, BI ഡൈവേർജ് ആണെങ്കിൽ AI എന്തായിരിക്കും, ഡൈവേർജ് ആയിരിക്കും. ഓക്കെ, അപ്പം BI എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സിഗ്മ BI എന്ന് പറയുന്ന സീരീസ് സിഗ്മ BI ഈക്വൽ ടു സിഗ്മ 1/i² അല്ലേ. 1/i² എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പി ടെസ്റ്റ് പ്രകാരം, പി ടെസ്റ്റ് എന്താണ് പറയുന്നത്, പി സീരീസ് ടെസ്റ്റ് എന്താണ്, പി ഈക്വൽ ടു എന്താണ്, ഇവിടെ പവർ എന്താ വരുന്നത്, പി ഈക്വൽ ടു 2 ആണ്. 2 1-നേക്കാളും കൂടുതലാണ്, അപ്പം എന്താണ്, കൺവേർജ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്, സിഗ്മ 1/i² കൺവേർജ് ചെയ്യും. എന്തുകൊണ്ട്, പി ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 1-നേക്കാട്ടിലും കൂടുതലാണ് അല്ലേ. പി ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് എന്താണ്, ഇത് കൺവേർജസ് ആണ് ബൈ പി സീരീസ് ടെസ്റ്റ്. ഓക്കെ,
ഇനി അടുത്തത്, അതുകൊണ്ട് എന്താണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെന്ത് പറയാൻ പറ്റും? ഓക്കെ, എന്ത് പറയാൻ പറ്റും? സിഗ്മ ഐ 1/1 പ്ലസ് ഐ സ്ക്വയർ കൺവേർജസ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity ജെ സ്ക്വയർ പ്ലസ് 2j ഡിവൈഡഡ് ബൈ ജെ റേസ് ടു 4 മൈനസ് 3j സ്ക്വയർ പ്ലസ് 10. ഇങ്ങനത്തെ മോഡൽ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പവേഴ്സ് ഉണ്ട്, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഏജേഴ്സ് ടേംസ് കാണണം അല്ലേ? സൊല്യൂഷൻസ് എ ജെ ഈക്വൽ ടു എന്തെന്ന് വരും? നമ്മൾ എന്താ നോക്കുക? എ ജെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള സാധനം ജെ സ്ക്വയർ പ്ലസ് 2j ഡിവൈഡഡ് ബൈ ജെ റേസ് ടു 4 മൈനസ് 3j സ്ക്വയർ പ്ലസ് 10. അറിയോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് തന്നെയാണ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നോക്കുക, മുകളിലത്തെ പവർ എത്ര ഉള്ളത് നോക്കുക. മുകളിലത്തെ പവർ എന്താ ഉള്ളത്? ഏറ്റവും വലിയ പവർ J2 ആണ്, അതായത് ജെ സ്ക്വയർ. ഇവിടുത്തെ വലിയ പവർ എന്ന് പറയുന്നത് 4 ആണ്, ദാറ്റ് ഈസ് ജെ റേസ് ടു 4 ആണ് ഇവിടെ ഏറ്റവും വലിയ കുഞ്ഞാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഏറ്റവും വലിയ കുഞ്ഞാപ്പൂനാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത സീരീസ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ബി ജെ ഈക്വൽ ടു എന്താ വരിക? ന്യൂമറേറ്ററിൽ നോക്കുക. ന്യൂമറേറ്ററിൽ വലിയ പവർ എന്ന് പറയുന്നത് ജെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ജെ സ്ക്വയർ ബൈ ഇവിടുത്തത് ജെ റേസ് ടു 4 ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/j സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ജെ ബൈ ബി ജെ. എ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ കുഞ്ഞാപ്പ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സ്ക്വയർ പ്ലസ് 2j ബൈ ജെ റേസ് ടു 4 മൈനസ് 3j സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു. ഇനി ബി ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/j സ്ക്വയർ ആണ്, അത് റെസിപ്രോക്കൽ ആണ് വരും അല്ലേ? റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ട് എങ്കിൽ 1/j സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ ഇൻറ്റു ജെ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഡിവിഷൻ ആണ്, അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ റെസിപ്രോക്കലിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം റെസിപ്രോക്കൽ എടുക്കുമ്പം ബി ജെയുടെ റെസിപ്രോക്കൽ എന്താണ്? അതായത് 1/bj ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വൺ? 1/j സ്ക്വയർ. 1/j സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ജെ സ്ക്വയർ ആണ്, അപ്പോൾ ഇൻറ്റു ജെ സ്ക്വയർ. ഇനി ഇതിൽ നിന്നും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ജെൻ എന്ത് ചെയ്യണം? ജെ സ്ക്വയർ ഇവിടെ മുകളിൽ നോക്കുക. ന്യൂമറേറ്ററിൽ നിന്നും ജെ സ്ക്വയറിന് ഏറ്റവും വലുത് ജെ സ്ക്വയർ ആണ്, ജെ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഈ ഇൻറ്റു ജെ ഇവിടെ ഉണ്ട്, അപ്പോൾ ജെ സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ 1 + 2/j എന്ന് വരും. ജെ സ്ക്വയർ ഇൻറ്റു ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജെ റേസ് ടു 4. ഓക്കെ, ഈ ജെ സ്ക്വയർ പ്ലസ് 2j എന്നാണ് നമ്മൾ ജെ സ്ക്വയർ പുറത്തെടുക്കുന്നത്. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 + 2/j ഉണ്ടാവും. ഇവിടെ ഒരു ജെ ഉള്ളതും കൊണ്ട് ജെ സ്ക്വയറിന് ക്യാൻസൽ ആയി പോകുന്നതാണ് അത്. അപ്പം ഇവിടെ ജെ സ്ക്വയർ ടേക്ക് ഔട്ട് സൈഡ് എടുത്തു, പിന്നെ ഇവിടെ ഒരു ജെ സ്ക്വയറും ജെ സ്ക്വയർ ഇൻറ്റു ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജെ റേസ് ടു 4. ഓക്കെ, ഇനി താഴത്ത് പ്രത്യേകിച്ച് ആരാ പുറത്തെടുക്കാനുള്ള ഏറ്റവും വലിയ കുഞ്ഞാപ്പ് എന്ന് പറയുന്നത് ജെ റേസ് ടു 4 ആണ്. അപ്പോൾ ജെ റേസ് ടു 4നെ പുറത്തെടുത്താൽ 1 മൈനസ് 3j സ്ക്വയർ ബൈ ജെ റേസ് ടു 4. അപ്പോൾ ജെ സ്ക്വയറും ജെ റേസ് ടു 4ഉം ക്യാൻസൽ ചെയ്തിട്ടാണെങ്കിൽ 3/j സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 ആണുള്ളത്, 10/j റേസ് ടു 4. ഇനി ലിമിറ്റ് ക്യാൻസൽ ചെയ്യാൻ ജെ റേസ് ടു 4ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 2/j അല്ലേ, 1 മൈനസ് 3/j സ്ക്വയർ പ്ലസ് 10/j റേസ് ടു 4. ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പം 2/j ബിക്കം 0, 3/j സ്ക്വയർ ബിക്കം 0, 10/j സ്ക്വയർ ജെ റേസ് ടു 4 ബിക്കം 0. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1/1. 1/1 മീൻസ് 1. ദാറ്റ് മീൻസ് അപ്പോൾ ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് അല്ലേ, ദാറ്റ് ഈസ് എ ഫൈനൈറ്റ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈനൈറ്റ് നോൺ നെഗറ്റീവ് ആണ്. ദെർഫോർ ബി ജെ എന്താണോ കൺവേർജ് ആണെങ്കിൽ മറ്റൊന്നും കൺവേർജ് ആയിരിക്കും. അപ്പോൾ ബി ജെ എന്താണെന്നുള്ളതാണ് സിഗ്മ I = 1 to infinity 1/j സ്ക്വയർ ഈസ് 1/j സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ നോക്കാം. അത് കൺവേർജ് ആണ്. എന്തുകൊണ്ട്? പി എന്താണ് ഇവിടെ? 2.
2 എന്ന് പറയുന്നത് 1-നേക്കാട്ടിലും വലുതാണ്. 1-നേക്കാട്ടിലും വലുതായതുകൊണ്ട് ഈ സീരീസ് സിഗ്മ ഈക്വൽ ടു 1 to infinity 1/j² കൺവേർജ് ആണ്. 1/j² കൺവേർജ് ആണ്, അതായത് സിഗ്മ bj കൺവേർജ് ആണ് എങ്കിൽ സീരീസ് സിഗ്മ aj എന്തായിരിക്കും? കൺവേർജ് ആയിരിക്കും ബൈ ദി റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. സോ j equal to 1 to infinity aj equal to sigma j equal to 1 to infinity j² plus 2j by j raised to 4 minus 3j² plus 10 is converge. ഓക്കെ, അത് കൺവേർജ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിൾ ഏതാന്ന് നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ n equal to 1 to infinity 3n plus root n by 2 into n raised to 3/2 plus 2. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ ഇവിടെ നമ്മൾ ഏതെടുക്കണം? എ എൻ എന്താക്കി എടുക്കണം? എ എൻ ഈക്വൽ ടു 3n plus root n by 2 into n raised to 3/2 plus 2 സോറി. ഓക്കെ, അതുപോലെ തന്നെ ബി എൻ ഇവിടുന്ന് എങ്ങനെ ബി എൻ ഉണ്ടാക്കുക നോക്കുക. ബി എൻ എങ്ങനെ ഉണ്ടാക്കും നോക്കുക. ഇതിൽ മുകളിലത്തെ ഭാഗം നോക്കിയാൽ മതി. കോമൺ ആയിട്ട് ബി എൻ എടുക്കേണ്ട ടേംസ് എങ്ങനെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. ഏതാണ് ഹയർ പവർ ഉള്ളത്? എൻ ആണ് പവർ ഉള്ളത്. റൂട്ട് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n raised to 1/2 ആണ്. n raised to 1 n raised to 1/2 ആണോ വലുത്? n raised to 1 ആണ് വലുത്, അതായത് n അല്ലേ. അതുപോലെ താഴത്തോ n raised to 3/2 ആണ് വരുന്നത്. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് n raised to 3/2. ഇനി n raised to 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എന്താ? n raised to 1/2 ആണ്. ദാറ്റ് ഈസ് n into root n ആണ് n raised to 3/2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ n into root n, n cancel, that means 1/root n. ഓക്കെ, അപ്പോൾ ബി എൻ നമുക്ക് കിട്ടി, എ എന്നും നമുക്ക് കിട്ടി. ബി എങ്ങനെയാണ് എ എന്നിൽ നിന്ന് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫങ്ഷൻ ഓഫ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ എന്നിൻ്റെ ടേമിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ജെസിൻ്റെ ടേമിലാണ് എങ്കിൽ നമ്മൾ എങ്ങനെ കാണുക എന്നുള്ളതാണ്. അതായത് എന്നിൻ്റെ ടേമിലാണ് എങ്കിൽ മുകളിൽ ഏറ്റവും വലിയ പവർ എടുക്കുക, അത് എഴുതുക, ഡിവൈഡഡ് ബൈ താഴത്തെ ഏതാണോ വലിയ പവർ വെച്ചാൽ അതെടുക്കുക, താഴത്തെ എഴുതുക. അത്ര തന്നെ, അത് അത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ വേ ആണ്. ഓക്കെ, മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ബി എൻ നമുക്ക് കിട്ടി 1/root n. ഇനി നമ്മൾ സീരീസ് ടെസ്റ്റ് നടത്തണം, റേഷ്യോ ടെസ്റ്റ് നടത്തണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്നിൻ്റെ സ്ഥാനത്ത് 3n പ്ലസ് റൂട്ട് n ബൈ 2 into n raised to 3/2 plus 2 into ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/root n ആണ്. അതിന് റെസിപ്രോക്കൽ എടുക്കണം അല്ലേ, ഇൻറ്റു റൂട്ട് n by 1, 1/n റൂട്ട് n by 1. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്നിനെ പുറത്തെടുക്കാൻ പറ്റും അല്ലേ. n ഇവിടുത്തെ നോക്കണ്ട, ഈ കുഞ്ഞാപ്പൂനെ നോക്കണ്ട. ഇതിൽ n റൂട്ട് n, ഇതിൽ നിന്ന് പവർ വലിയ പവർ ഏതാണ്? എന്നിൻ്റെതാണ്. അപ്പോൾ എന്നിനെ ടേക്ക് ഔട്ട് സൈഡ്. എന്നിനെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ n അല്ലേ, പിന്നെ ഇൻറ്റു റൂട്ട് n ഉണ്ട്, റൂട്ട് n. ഇവിടെ എന്നിനെ പുറത്തെടുത്താൽ 3 പ്ലസ് ഇവിടെ അല്ലേ റൂട്ട് n ബൈ n വരും. റൂട്ട് n ബൈ n എന്ന് പറഞ്ഞാൽ 1/root n തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് താഴത്തും അതുപോലെ തന്നെ എന്താണ്? n raised to 3/2 പുറത്തെടുക്കാം. n raised to 3/2 പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 പ്ലസ് 2/n raised to 3/2 അല്ലേ. ഇനി നമുക്ക് ഇവിടെ നോക്കുക, n into റൂട്ട് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? n raised to 3/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മാറ്റി ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 3/2 into 3 plus 1/root n divided by n raised to 3/2 into 2 plus 2/n raised to 3/2. n raised to 3/2 cancel with n raised to 3/2. Then you will get the answer. എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 plus 1/root n by 2 plus 2/n raised to 3/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/root n converges to 0, 2/n raised to 3/2 converges to 0. Then you will get 3/2. That is a positive number. Therefore Bn കൺവേർജ് ആണെങ്കിൽ an കൺവേർജ് ആയിരിക്കും, Bn ഡൈവേർജ് ആണെങ്കിൽ an എന്തായിരിക്കും? ഡൈവേർജ് ആയിരിക്കും. ഓക്കെ, Bn എന്ന് പറയുന്നത് n ഈക്വൽ ടു 1 to infinity Bn എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു
1 to infinity 1 by root n, that is 1 by root n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by n raised to 1 by 2 അല്ലേ. അതായത് പീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്, പീൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത് 1 by 2. 1 by 2 എന്ന് പറയുന്ന 1ൻ്റെ താഴെയാണ്. അതുകൊണ്ട് എന്താണ് ഈ സീരീസ് എന്താണ് ഡൈവേർജ് ആണ്. therefore സീരീസ് എ എൻ എന്തായിരിക്കും, ഡൈവേർജ് ആയിരിക്കും. അതായത് സീരീസ് എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n equal to 1 to sigma n equal to 1 to infinity 3n plus root n by 2 into n raised to 3 by 2 plus 2 is diverge. അതും ഡൈവേർജ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അതിലൊരു മാറ്റമില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹോംവർക്കാണ്. യൂസ് ദി പി സീരീസ് ടെസ്റ്റ് ആൻഡ് കമ്പാരിസൺ ടെസ്റ്റ്. ഏതെങ്കിലും റേഷ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലും കമ്പാരിസൺ ടെസ്റ്റോ ഉപയോഗിച്ചിട്ട് നമ്മളോട് എന്താണ് എക്സസൈസ് ചെയ്യാനാണ്. ആദ്യം n equal to 1 to infinity cos n by n square. അപ്പം cos n by n squareൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n by n squareോ അല്ലെങ്കിൽ 1 by n squareോ ചെയ്താൽ മതി. ഓക്കെ, അതെന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ അടുത്തത് sin n by n raised to 3 by 2. ഇവിടെയും 1 by ചെയ്താൽ മതി. കാരണം sin n എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ 1. sin n എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരിക. cos n ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1n ആണ് വരിക. അപ്പോൾ 1 by n സ്ക്വയറും ഇവിടെ 1 by 3 raised to 3 by n raised to 3 by 2നെ കൊണ്ടും ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് n by n ക്യൂബ് പ്ലസ് 4 ആണ്. ഇവിടെ ബി എൻ എന്താക്കിയാൽ എടുക്കുക, എ എൻ ഇത് തന്നെ, ബി എൻ എന്താക്കിയെടുക്കും n by n ക്യൂബ് എന്ന് ബി എൻ എടുക്കുക. അപ്പം അതിനെ വെട്ടി ചെറുതാക്കിയിട്ട് 1 by n സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്തത് n by n ക്യൂബ് തന്നെ സെയിം വേ. ഓ, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതെന്തോ വെച്ചടി മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയും 3 എണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്, 4 എണ്ണം ഇല്ല. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനും ചെയ്യാൻ നോക്കുക. കാരണം 4ാമത്തെ ഇത് തന്നെ സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ 3 എണ്ണവും ചെയ്യാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതുമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.